historical literature. So today I am going to talk about The Pot of Gold, written by the Roman playwright Titus Maccius Plautus. അപ്പോൾ ടൈറ്റസ് മാക്കിയസ് പ്ലോട്ടേഴ്സിൻ്റെ പോട്ട് ഓഫ് ഗോൾഡ് ഇവിടെ നിന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സും ആൻഡ് സമ്മറി ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് യു ടുഡേ. First, let's talk about Titus Maccius Plautus. Titus Maccius Plautus was a Roman comedy playwright of the Old Latin period. Roman comedy playwright of the Old Latin period. Roman playwright ആയിരുന്നു. He was born in 254 BC at Sarsina in Italy. സർസീന ഇപ്പോൾ ഇറ്റലിയിലുള്ള സർസീനയിലാണ് ജനിച്ചിരുന്നത്. He died in 184 BC at Rome in Italy. He had written about 130 plays, of which 20 plays are still in undamaged condition. ഇപ്പോൾ 130 പ്ലേ എഴുതിയാൽ ഇപ്പോൾ ഈ ഒരു മോഡേൺ ടൈമിൽ 20 പ്ലേസ് ഒരു അൺഡാമേജ് കണ്ടീഷൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പ്ലോട്ടസ് കോമഡീസ് ആർ മോസ്റ്റ്ലി അഡാപ്റ്റഡ് ഫ്രം ഗ്രീക്ക് മോഡൽസ് ഓഫ് റോമൻ ഓഡിയൻസ് ആൻഡ് ഓഫൻ ബേസ്ഡ് ഡയറക്റ്റ്ലി ഓൺ ദ വർക്ക്സ് ഓഫ് ഗ്രീക്ക് പ്ലേ റൈറ്റ്സ്. അപ്പോൾ ഈ പ്ലോട്ടസ് എടുക്കുന്ന കോമഡി എല്ലാം ഗ്രീക്ക് പ്ലേയിൽ നിന്ന് എടുക്കുന്നതാണ്. അതുപോലെ അത് അവതരിപ്പിക്കുന്നതും ഇൻ ഫ്രണ്ട് ഓഫ് റോമൻ ഓഡിയൻസ്. സം ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആർ സിസ്റ്റലാറിയ, എപ്പിഡിക്കസ്, മായസ് ഗ്ലോറിസസ് ആൻഡ് ഓലോലാറിയ. ഓലോലാറിയ എന്നാൽ അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും. പോട്ട് ഓഫ് ഗോൾഡിൻ്റെ ടൈറ്റിൽ എടുത്തത് ലാറ്റിൻ വേർഡ് ഓലോലാറിയ വിച്ച് മീൻസ് ദ ലിറ്റിൽ പോട്ട്. ലിറ്റിൽ പോട്ടാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഹിയർ ദിസ് പോട്ട് ഓഫ് ഗോൾഡ്. Next we can discuss the characters of the pot of gold. La Familiaris, the guardian spirit, deity അല്ലെങ്കിൽ ഡയറ്റി എന്ന് പറയും, ആ ദൈവത്തിനാണ്. യൂക്ലിയോ നെക്സ്റ്റ് ക്യാരക്ടർ, മെയിൻ പ്രോട്ടഗണിസ്റ്റ് ഓഫ് സ്റ്റോറി ആൻഡ് ഫാദർ ഓഫ് ഫെഡ്രിയ. ഹീസ് ആൻ ഓൾഡ് മൈസർ. ഈ യൂക്ലിയോ എന്നതാണ് മെയിൻ ക്യാരക്ടറാണ് ഈ സ്റ്റോറിയത്തെ പോട്ട് ഓഫ് ഗോൾഡിലത്തെ. അയാളൊരു മൈസറായിരുന്നു, ഒരു പിശുക്കനായിരുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള ഒരു ദൈവമായിരുന്നു എന്ത്, ഗാർഡിയൻ സ്പിരിറ്റ്. ഓക്കെ, ഒരു കാവൽ ദൈവമായിരുന്നു ലാ ഫെമിലിയാരിസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇക്ലിയോൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു പോട്ട് ഓഫ് ഗോൾഡ്, ഒരു സമ്പാദ്യം അയാളുടെ അടുത്ത് ഒരു പോട്ട് ഓഫ് ഗോൾഡ് ഉണ്ടായിരുന്നു. അത് ഈ ലാ ഫെമിലിയാരിസിനെ ഗാർഡിയൻ സ്പിരിറ്റിനെ ഏൽപ്പിക്കുക, എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് ഇത് ഉപകാരപ്പെടണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ലാ ഫെമിലിയാരിസിന് അതൊരു ഉത്തരവാദിത്തോടെ അത് ഏറ്റെടുത്ത് ഈ ഗാർഡിയൻ സ്പിരിറ്റിലെ ഈ ഒരു ഗോഡ് യൂക്ലിയോനെ ഏൽപ്പിക്കുന്നുണ്ട് അത് ഫെഡ്രിയക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂക്ലിയോക്കുള്ള ഒരു മകളുള്ളത് ഫെഡ്രിയാണ്, ഫെഡ്രിയനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് മെഗാഡോറസ്, യൂക്ലിയോസ് റിച്ച് ഓൾഡ് നെയ്ബർ ആൻഡ് ബ്രദർ ഓഫ് യുനോമിയ. ഈ മെഗാഡോറസ് എന്ന വ്യക്തി യൂക്ലിയോൻ്റെ ഒരു നെയ്ബറുമാണ്, അയൽവാസിയാണ്. ആൻഡ് യുനോമിയൻ്റെ സിസ്റ്ററാണ്. യുനോമിയ നെക്സ്റ്റ് ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റും. ഈ മെഗാഡോറസ്റ്റ് ഫെഡ്രിയനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു കഴിച്ചു വരികയാണ്. മെഗാഡോറസ് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, കുറച്ച് പ്രായമായ ഒരു ചങ്ങായിയാണ് ആൻഡ് വെൽത്തി പേഴ്സൺ ആണ്. ഓക്കെ, യുനോമിയ, മെഗാഡോറസ് സിസ്റ്റർ ആൻഡ് മദർ ഓഫ് ലൈക്കോണ്ടിസ്. ഈ മെഗാഡോറസിൻ്റെ സിസ്റ്ററും ആണ് യുനോമിയ, അതേപോലെ മദർ ഓഫ് ലൈക്കോണ്ടിസ്. അടുത്ത ക്യാരക്ടർ ഉണ്ട് ലൈക്കോണ്ടിസ്. ഈ ലൈക്കോണ്ടിസ് യുനോമിയസ് സൺ ആൻഡ് ഹൗസ് എ റേപ്പിസ്റ്റ് ഓർ ലവർ ഓഫ് ഫെഡ്രിയ. ഈ ലൈക്കോണ്ടിസ് യുനോമിയൻ്റെ സണ്ണുമാണ്, അതുപോലെ റേപ്പിസ്റ്റുമാണ്. ഇപ്പോൾ ഈ ഒരു പോട്ട് ഓഫ് ഗോൾഡിലുള്ള ഫെഡ്രിയ, യൂക്ലിയോൻ്റെ ഡോട്ടർ ഉണ്ട് ഫെഡ്രിയാറിന്. ആ ഫെഡ്രിയനെ റേപ്പ് ചെയ്തു, ഒരു കള്ള് കുടിച്ച് ആകെ ആൽക്കഹോളിക്കായിട്ട് കള്ള് കുടിച്ച് അറിയാതെ റേപ്പ് ചെയ്തതാണ്. പിന്നെ അയാൾക്ക് കുറ്റബോധം തോന്നി കല്യാണം കഴിക്കാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, Staphyla, an old slave and housekeeper of Euclio, aware of Fedria's pregnancy and wishing to help her. ഇവിടെ സ്റ്റഫൈല നമ്മളെ യൂക്ലിയോൻ്റെ വീട്ടിലുള്ളൊരു പഴയ ഒരു ഓൾഡ് സ്ലേവ് ആയിരുന്നു. അന്നത്തെ കാലഘട്ടം സ്ലേവ് ആചാരം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു സ്ലേവ് ആയിരുന്നു യൂക്ലിയോൻ്റെ സ്റ്റഫൈല, ഒരു പഴയ സ്ലേവ് ആയിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ സ്റ്റഫൈലക്ക് ഫെഡ്രിയ അങ്ങനെ ലൈക്കോണ്ടസ് റേപ്പ് ചെയ്തിട്ട് അവൾ അതിൽ പ്രഗ്നൻ്റ് ആണ്. അപ്പം ആ വിവരം സ്റ്റഫൈലക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വിവരം യൂക്ലിയോ അറിയുന്നില്ല. ഫെഡ്രിയ, യൂക്ലിയോസ് യങ് ഡോട്ടർ, ഹിസ് ഫേവറേറ്റ് റിഗാർഡഡ് ബൈ ഹർ ഹൗസ് ഹോൾഡ് ഗോഡ്. അപ്പോൾ ഈ ഫെഡ്രിയ യൂക്ലിയോൻ്റെ ഡോട്ടറാണ്.
ഫേവറേറ്റ് റിഗാർഡ് ബൈ ഹൗസ് ഹോൾഡ് ഗോഡ്. ഈ ഡയറ്റ് ലാ ഫാമിലിയാരിസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫെഡ്രിയാണ്, ബിക്കോസ് ഷി വാസ് വെരി ഡിവോട്ടഡ് ടു ഹിം. ദൈവത്തോട് ഭയങ്കര ഡിവോട്ടഡ് ആയിരുന്നു. കോൺഗ്രിയോ ഹിസ് എ കുക്ക് ഹിസ് ഹയർഡ് ഫോർ ഫെഡ്രിയാസ് വെഡിങ്. ഇവിടെ നമുക്ക് കോൺഗ്രിയോ ഈ മെഗാഡോറസ് കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് ഫെഡ്രിയനെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കിനൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്. കോൺഗ്രിയോനെ ആന്ത്രാക്സ് എന്നൊക്കെ പറഞ്ഞയക്കുന്നുണ്ട് ടു അവിടെ ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, കാറ്ററിങ്ങിന് വേണ്ടിയിട്ട്. ഇനി സ്ട്രോബിലസ് ഈസ് ലൈക്കോണ്ടസിൻ്റെ സ്ലേവാണ്, ഓക്കെ. ഈസ് എ സ്ലേവ് ഹു വർക്ക്സ് ഫോർ വാച്ചിങ് മെഗാഡോറസിൻ്റെ തമ്മിൽ. അപ്പോൾ ആ കല്യാണത്തിലുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ട് മെഗാഡോറസിൻ്റെ ഒരു അവൻ്റെ പിന്നാലെ നടക്കാൻ വേണ്ടി ലൈക്കോണ്ടസ് പറഞ്ഞയക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സ്ട്രോബിലസ്. സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ പോട്ട് ഓഫ് ഗോൾഡ്. ഇനി നമുക്ക് സമ്മറിയിലേക്ക് പോകാം, ഓക്കെ, എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റോറി. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്ലേ ദ പോട്ട് ഓഫ് ഗോൾഡ് ബൈ പ്ലോട്ടസ്. The play begins with a monologue by Euclid's household deity. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ നമുക്കൊരു പ്രൊലോഗ് കാണാം. പ്രൊലോഗ് പറഞ്ഞാൽ ആ ഒരു കാലത്തിട്ടത്ത് ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും. ഈ സ്റ്റോറിയിൽ ഒരു ഇൻട്രഡക്ഷൻ, ആദ്യം നറേഷൻ പോലെ ഈ ഡയറ്റി ലാ ഫാമിലിയാരിസ് ഒരു മോണോലോഗ് പറയും. അയാൾ പറയണം. മോണോലോഗ് പറഞ്ഞാൽ അയാൾ സ്വന്തം പറയുന്നത് കേൾക്കാൻ ലിസണേഴ്സ് ഉണ്ടാവും. സ്പീച്ച് പറയുന്നത് അയാളാണ്, ആ ഗോഡാണ് സ്പീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അയാളാണ്. ഹീ ടെൽസ് അസ്. അപ്പോൾ അയാൾ ആ പ്രൊലോഗിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹീ ടെൽസ് അസ് ദാറ്റ് യൂക്ലിയോസ് ഗ്രാൻഡ് ഫാദർ വൺസ് എൻട്രസ്റ്റഡ് ഹിം വിത്ത് ദ ഗാർഡിയൻഷിപ്പ് ഓഫ് എ പോട്ട് ഓഫ് ഗോൾഡ്. അപ്പം യൂക്ലിയോൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരിക്കൽ ഒരു പോട്ട് ഓഫ് ഗോൾഡ് ഏൽപ്പിക്കുന്നുണ്ട് ഈ ഡയറ്റിനെ. ഈ ഡയറ്റ് പറഞ്ഞാൽ ഈ ദൈവത്തെ ഏൽപ്പിക്കുന്നുണ്ട്, അവരെ കാവലായിരിക്കുന്ന ഈ ഗോഡിനെ. ദ ഗോഡ് ഹാസ് പ്രൊട്ടക്റ്റഡ് ദ സീക്രട്ട് ഓഫ് ദ പോട്ട് ഓഫ് ഗോൾഡ് അൺടിൽ നൗ. അപ്പോൾ ഇതുവരെ അത് നല്ല ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മകനും പെട്ടെന്ന് മരിച്ചപ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ യൂക്ലിയോ ഉള്ളത്, ഇനി യൂക്ലിയോനെ ഏൽപ്പിക്കാൻ വേണ്ടി അയാൾ ഭദ്രമായി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഹീ ചൂസസ് ടു റിവീൽ ദ ലൊക്കേഷൻ ഓഫ് ദ ട്രഷർ ടു യൂക്ലിയോ ബിക്കോസ് ഓഫ് ദ ലാറ്റസ്റ്റ് ഡോട്ടർ ഫെഡ്രിയ. അപ്പോൾ ഇയാളിത് യൂക്ലിയോനെ ഏൽപ്പിക്കുക വെച്ചാൽ യൂക്ലിയോനക്ക് ഫെഡ്രിയനെ കല്യാണം കഴിക്കാൻ, യൂക്ലിയോക്ക് ഒരു മകളുണ്ട് ഫെഡ്രിയ. അപ്പോൾ അവളെ കല്യാണം കഴിച്ച് വിടണം. പക്ഷേ യൂക്ലിയോൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഡൗറി കൊടുക്കണമല്ലോ, സ്ത്രീധനം കൊടുക്കണം, ഡൗറി കൊടുക്കണം. അപ്പോൾ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ ഗോഡ് ഫെഡ്രിയനെ ഭയങ്കര ഇഷ്ടമാണ് ലാ ഫാമിലിയാരിസിന്. അപ്പോൾ അവൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള നിലക്ക് അവനക്ക് യൂക്ലിയോക്ക് സ്ഥലം കാണിച്ചു കൊടുക്കും, ഒരു പോട്ട് ഓഫ് ഗോൾഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവം യൂക്ലിയോനെ ഏൽപ്പിക്കുന്നുണ്ട്. The household deity tells us that Fedria has pleased him by her devotion to him. He also reveals that Fedria have been ravished by a gentleman of high rank. The only reason the deity has given up the location of the gold is to ensure Fedria's marriage to Lycondus, the man who ravished her. ഇവിടെ പറയുന്ന ഈ ഹൗസ് ഹോൾഡ് ഡയറ്റി, ഈ ദൈവം ഇവിടെ പറയുന്നുണ്ട് ഫെഡ്രിയൻ്റെ ഡിവോഷൻ, അവനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഈ ഒരു പോട്ട് ഓഫ് ഗോൾഡ് അവനെ ഏൽപ്പിക്കുന്നത്. ഫെഡ്രിയനെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അയാൾക്കറിയാം. അപ്പം അവരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവൾ കല്യാണത്തിന് ലൈക്കോണ്ടസിനോട് കല്യാണം കഴിപ്പിക്കണം, അപ്പോൾ അവരെ ഇത് ഏൽപ്പിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് in the prologue. Meanwhile, Euclid is obsessed by his new found pot of gold. In his paranoia, he fears that even his servant Staphyla will learn of his whereabouts. Meanwhile, Staphyla knows that Fedria is pregnant. She despairs over his mistress' faith. അപ്പം യൂക്ലിയോക്ക് ഈ പോട്ട് ഓഫ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. പോട്ട് ഓഫ് ഗോൾഡ് കിട്ടിയതിന് ശേഷം യൂക്ലിയോക്ക് ഭയങ്കര എന്താണ് സന്തോഷം കൊണ്ട് ഇതുകൊണ്ട് എന്താ ചെയ്യാൻ എന്ന് അറിയുന്നില്ല. ആൻഡ് ഹിസ് പെനനിയ ഹി ഫിയേഴ്സ്. പിന്നെ അയാൾക്ക് ഭയങ്കര സംശയമായി, ആര് ഇനിയിപ്പം പോട്ടോ സ്വർണ്ണം ഒറ്റയടിക്കുണ്ട്, പോട്ട് ഓഫ് ഗോൾഡ് കിട്ടില്ല. അപ്പോൾ അയാൾക്ക് ഇത് എന്താ ചെയ്യേണ്ടത് അറിയില്ല. അയാൾക്ക് എല്ലാവരോടും സംശയങ്ങൾ സംശയരോഗം വരാൻ തുടങ്ങി. ഹി ഫിയേഴ്സ് ദാറ്റ് ഈവൻ ഹിസ് സെർവൻ. അപ്പോൾ എത്രയും കാലം നിന്ന് സെർവൻ ഉണ്ടല്ലോ, സ്റ്റഫൈലിനെ വരെ സംശയമായി. അവൾ അറിയോ, അവളിത് എടുക്കുമോ. അതുപോലെ ഫെഡ്രിയ ഈസ് പ്രഗ്നൻ്റ് ആസ് സ്പേസ്. ഹി ഓൾസോ ഈ സ്റ്റഫൈലേക്ക് ഫെഡ്രിയ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാം. ആൻഡ് ഷീ ഡിസ്പേഴ്സ് ഓവർ ഹിസ് മിസ്ട്രസ്. പ്രഗ്നൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ അവൾ ആ സ്റ്റഫൈൽ അതിൽ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. യൂക്ലിയോ വിചാരിക്കുന്നുണ്ട് ഇനി സ്റ്റഫൈൽ എടുക്കുമോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. വി നെക്സ്റ്റ് മീറ്റ്
Megadorus and his sister Eunomia. The siblings talk about marriage. Eunomia wants Megadorus to marry. However, Megadorus declares that he has no use for ladies of high rank with high dowries. Instead, he wants Phaedria, Eucleo's daughter. Ironically, the wealthy Megadorus is also Lycanthus' uncle. We next meet Megadorus and his sister Eunomia. ഇപ്പം ഇനി അടുത്ത് കാണാൻ പറ്റും മെഗാഡോറസും അവൻ്റെ സിസ്റ്റർ യുനോമിയ. ദ സിബ്ലിങ്സ് ടോക്ക് അബൌട്ട് ദ മാരേജ്. അപ്പം മെഗാഡോറസ് ആൻഡ് ഹിസ് സിസ്റ്റർ യുനോമിയ ആർ ടോക്കിംഗ് അബൌട്ട് മാരേജ് ബിക്കോസ് മെഗാഡോറസ് ഇസ് വെരി ഓൾഡ് ആൻഡ് ഹി ഈസ് നോട്ട് ഇവൻ മാരീഡ്. അപ്പോൾ യുനോമിയ പറഞ്ഞു ഉപദേശിക്കാൻ നീ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി കല്യാണമൊക്കെ കഴിക്കേണ്ട, ഇങ്ങനെ ആയാൽ മതിയോ, കുറച്ച് പ്രായമൊക്കെ ആയില്ലേ, യു ആർ ബിക്കമിങ് ഓൾഡ്, സോ യു വോണ്ട് മാരി. സോ ദേ ആർ തിങ്കിങ് talking about that. Then one idea came. Eunomia told, okay, യുക്ലിയോൻ്റെ വീട്ടിലൊരു പെണ്ണിനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ഫെഡ്രിയ, കല്യാണം കഴിച്ചിട്ടില്ല. സോ യുനോമിയ വാണ്ട്സ് മെഗാഡോറസ് ടു മാരി. സോ മെഗാഡോറസ് പ്ലാനിങ് ദാറ്റ് വീക്കൻ യുക്ലിയോൻ്റെ മകളുണ്ടല്ലോ, അവളെ കല്യാണം കഴിക്കാം, ഏതായാലും ഡൗറി ഒന്നും വാങ്ങിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹി ഈസ് വെൽത്തി. മെഗാഡോറസ് ഇസ് വെൽത്തി. ഹവർ മെഗസ് ഡിക്കേഴ്സ് ദാറ്റ് ഹി ഹാസ് നോ യൂസ് ഓഫ് ലേഡീസ് ഓഫ് റാങ്ക് വിത്ത് ഹൈ ഡൗറീസ്. അപ്പോൾ ഒട്ടും താല്പര്യമില്ല വലിയ വെൽത്തി പേഴ്സണെ കല്യാണം കഴിക്കാൻ. അയാൾ നല്ല വെൽത്തി പേഴ്സൺ ആണ്, പക്ഷേ അയാൾക്ക് വലിയ വെൽത്തി, അയാൾക്ക് പാവങ്ങളെ സഹായിക്കണം, അങ്ങനത്തെ ഒരു ഐഡിയ ഉള്ള ആളാണ്. ഇൻസ്റ്റെഡ് ഹി വാണ്ട്സ് ഫെഡ്രിയ, യുക്ലിയോസ് ഡോട്ടർ. ഐറണിക്കലി ദ വെൽത്തി മെഗാഡോറസ് ഇസ് ഓൾസോ ലൈക്കോണ്ടസ്. അപ്പം ഇവിടെ നമ്മൾ മെഗാഡോറസിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. യുക്ലിയോൻ്റെ മകൾ ഫെഡ്രിയാനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് പോയി യുക്ലിയോനോട് സംസാരിക്കണം, പറഞ്ഞു കൊടുക്കണം. അപ്പോൾ വേറെ സൈഡ് എന്താ വെച്ചാൽ ഈ മെഗാഡോറസ് ലൈക്കോണ്ടസിൻ്റെ അങ്കിളുമാണ്, യുനോമിയാൻ്റെ ബ്രദറാണ്. ഓക്കെ, സോ ദേ ആർ പ്ലാനിങ് ടു മാരി. അവിടെ നമുക്ക് മറ്റേ സൈഡിൽ കാണാമല്ലോ, ലൈക്കോണ്ടസ് ഇസ് ഓൾറെഡി എ റേപ്പിസ്റ്റ് ഓഫ് ഫെഡ്രിയ. നൗ ഫെഡ്രിയ ഇസ് നോട്ട് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതിൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഫെഡ്രിയ ഒരു അഗ്ലി ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മറ്റേ സൈഡാണെങ്കിൽ നോട്ട് സോ റിച്ച്. Having decided on his course of action, Megadorus goes to meet Euclio to ask for Phaedria's hand in marriage. For his part, Euclio thinks that Megadorus has discovered the secret of his treasure and he panics. Megadorus, of course, has no inkling of the treasure. He lays out his suit to Euclio, who declares that he doesn't care if Megadorus makes a match of it with Phaedria. The only thing he won't provide is a dowry. അപ്പോൾ എവിടെ എത്തി? മെഗാഡോറസ് ഈ കാര്യം സംസാരിച്ചുകൊണ്ട് നീ യുക്ലിയൻ്റെ വീട്ടിലേക്ക് പോയി ആ കാര്യം ഫെഡ്രിയനെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ഇതുവരെ ഇല്ലാത്ത പെട്ടെന്ന് തന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു പറഞ്ഞപ്പം യുക്ലിയോക്ക് സംശയം എന്താ വെച്ചാൽ അയാൾ പെട്ടെന്ന് ഈ പൈസ പൊതുവേ യുക്ലിയോ ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് പോർട്ട് ഓഫ് കിട്ടുക റിച്ച് മാനായി. അപ്പം ഒരു സുപ്രഭാതത്തിൽ അയാൾ ചിന്തിക്കണം, എൻ്റെ പൈസ എല്ലാവരും കട്ടുകൊണ്ട് പോവോ, ഇതൊക്കെ കിട്ടിയിട്ട് അയാൾ ദൈവത്തിനോട് പറഞ്ഞത് എനിക്ക് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പൈസ പോലില്ല. അപ്പോൾ ദൈവം സൂക്ഷിച്ച് വെക്കുന്ന ആ പോർട്ട് ഓഫ് ഗോൾഡ് കൊടുത്തു. പക്ഷേ കിട്ടിയതിന് ശേഷം അയാൾ ചിന്തിക്കുന്നത് എന്താ, ഫെഡ്രിയോക്ക് ഇതൊന്നും ഇല്ലാതെ കല്യാണം കഴിക്കണം, അതാണ് അയാൾക്കത് ഫുള്ളും വേണം, ഈ പോർട്ട് ഓഫ് ഗോൾഡ് അയാൾക്ക് സ്വന്തമാക്കാം, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ് ഇത്. അപ്പോൾ പിഷ്കനായി മാറി അത് ആ ഒരു പൈസ ഉപയോഗിക്കാതെ പിഷ്കനായി മാറുകയാണ്. അപ്പോൾ യൂക്ലിയോ പെട്ടെന്ന് ചോദിച്ചാൽ മെഗാഡോസ് പെട്ടെന്ന് തന്നെ സുപ്രഭാതത്തിൽ ഇങ്ങനെ കല്യാണം കഴിക്കാൻ എൻ്റെ പൈസ കണ്ടിട്ട് വന്നതായിരിക്കും. പക്ഷേ മെഗാഡോറസിന് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഒന്നുമില്ലേന്നു. അപ്പോൾ മെഗാഡോറസ് പറഞ്ഞു, ഓക്കെ യൂക്ലിയോ എന്ത് കണ്ടിട്ട്, ഐ ഡോണ്ട് ഹാവ് എനി ഡൗറി ടു ഗിവ്, എൻ്റെ കയ്യിലൊരു പൈസയില്ല, ഞാനൊന്നും തരില്ല, ഇപ്പോൾ ഫെഡ്രീനെ കല്യാണം കഴിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന്. അപ്പോൾ മെഗാഡോറസ് പറയും അത് സാരില്ല, ഓക്കെ നോ പ്രോബ്ലം, ഐ വിൽ മാരി, ഐ ഡോണ്ട് വാണ്ട് എനി ഡൗറി. ഇൻസ്റ്റെഡ് ഓഫ് ഇപ്പോൾ കല്യാണ ചെലവുകൾ വേണമെങ്കിൽ എല്ലാം എവറിത്തിങ് ഐ വിൽ ബി ടേക്കിംഗ്. ഓക്കെ, വാട്ട് ഓൾ എക്സ്പെൻസ് ആർ കമ്മിങ് ഫോർ ദിസ് വെഡ്ഡിങ് എക്സ്പെൻസ് ഐ എം ഗോയിങ് ടു ടേക്ക് ഓൺ ബോത്ത് സൈഡ്സ്. എൻ്റെ വീട്ടിലുള്ള കല്യാണ കാറ്ററിംഗ് സർവീസും ഓൺ യോഴ്സ് സർവീസ് ആൻഡ് ഓൾ ഐ വിൽ ബി ടേക്കിംഗ്, ഐ വിൽ ടേക്ക് ഓൾ ദ എക്സ്പെൻസ്. രണ്ട് വീട്ടിലത്തെ ഹൗസിൻ്റെ ബോത്ത് ഓഫ് ദ ഹൗസ് എക്സ്പെൻസ് ഐ വിൽ ബി ടേക്കിംഗ്. മെഗാഡോറസ് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ, ഓക്കെ ഞാനൊരു 5 പൈസ ഞാൻ തരില്ല, ഡൗറി ഞാൻ തരുന്നില്ല, ആ കണ്ടീഷനിൽ മെഗാഡോറസിന് കല്യാണം കഴിക്കാൻ യൂക്ലിയോ സമ്മതിച്ചു. കാരണം യൂക്ലിയോ ഒരു സുപ്രഭാതത്തിൽ മെഗാഡോറസ് വെരി വെൽത്തി മാനാണ്. വെൽത്തി മാൻക്ക് വേണ്ടിയിട്ട് ഒരു പൈസ ഇല്ലാതെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുക, അതും ഭയങ്കര കാര്യമല്ല. അയാൾ പോർട്ട് ഓഫ് ഗോൾഡ് അവിടെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടല്ലോ.
The two agree on the terms, and Euclio tells Staphyla and Phaedria is to marry Megadorus that day. On the terms, and Euclio tells. അപ്പം ഈ സ്റ്റെഫൈലല്ലേ വീട്ടിലത്തെ ഓൾഡ് സ്ലേവ് ഉണ്ടായിരുന്നല്ലോ, സ്റ്റെഫൈലിനോട് ഈ വിവരം പറയും. ഫെഡ്രിയാനെ മെഗാഡോറസിന് കല്യാണം കഴിക്കാൻ പോവാണ്. The servant is distressed to hear this, for she knows that his mistress is already carrying Lycondas' child. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പം സ്റ്റെഫൈലൊക്കെ ഭയങ്കര സങ്കടം വരും. മാത്രമല്ല ഭയങ്കര എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഡിസ്ട്രസ് ആവും. കാരണം എന്താ ചെയ്യുക, അത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത സംഭവമല്ലേ പ്രഗ്നൻസി. എന്തായാലും കല്യാണം കഴിച്ചതിന് ശേഷം ഇത് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. കല്യാണത്തിന് മുമ്പ് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ അപ്പോൾ കല്യാണത്തിന് ശേഷം പുറത്തേക്ക് ചാടുന്ന സംഭവങ്ങളല്ല. അപ്പം പ്രഗ്നൻസി ഒന്നും ഒരിക്കലും സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനാകെ ഡൗട്ട്ഫുള്ളായിരിക്കും എന്താ ചെയ്യുക. അത് യൂക്ലിയോനോട് പറയാൻ വയ്യ, മാസ്റ്ററിനോട് പറയാനും എന്താ ചെയ്യുന്നത് ഡൗട്ട് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. Megadorus has a caterer and entertainers for the wedding. ഇപ്പോൾ ഈ മെഗാഡോറസ് എന്ത് ചെയ്തു, അയാളോട് പറഞ്ഞില്ല എല്ലാ പൈസ എക്സ്പെൻസും അയാൾ ടേക്ക്. സോ ഹി ആയിട്ട് പിറ്റേ ദിവസം അയാൾ എന്ത് ചെയ്തു, കാറ്ററർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കുക്കുകളെയും അതുപോലെ ഇതിനുള്ള മ്യൂസിക് എല്ലാത്തിനും വെഡ്ഡിങ്ങിൻ്റെ ഒരുക്കത്തിന് വേണ്ടി കുറച്ച് സ്ലേവ്സിനൊക്കെ അയക്കുന്നുണ്ട്. ആന്ത്രാക്സ്, കോങ്ക്രിയോ ആണില്ല, അങ്ങനത്തെ സ്ലേവ്സിനൊക്കെ അയക്കുന്നത്. ആസ് ഫോർ യൂക്ലിയോ, ഹി ഈസ് സച്ച് എ മൈസർ ദാറ്റ് ഹി ഓൺലി പർച്ചേസസ് സം frankincense and a wreath of flowers for his daughter's wedding. അപ്പം യൂക്ലിയോ അത്രയും പിശുക്കനായതുകൊണ്ട് ആകെ കൊടുക്കുന്നത് എന്താ പറയുക, ഈ ഫ്രാങ്കിൻസെൻസ് പറഞ്ഞാൽ ആ ഒരു ഈ പെർഫ്യൂം പോഡല്ലോ, ഓക്കെ, പെർഫ്യൂമാണ്. പെർഫ്യൂം അല്ലെങ്കിൽ കല്യാണത്തിനുള്ള ഒരുക്കാൻ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ഫ്ലവേഴ്സ്, അത് മാത്രമേ വാങ്ങാൻ പോകുന്നുള്ളൂ. ബാക്കിയല്ല. ഇയാൾ പിശുക്കനാണ്. അപ്പോൾ അത്ര ഇയാൾ പിശുക്കനാണ്. വീട്ടിൽ പൈസ ഉണ്ടായിട്ട് പോലും അയാൾ ചിലവാക്കാനുള്ളൊരു ധൈര്യമില്ല. ആസ് ദ കുക്സ് ആൻഡ് entertainers arriving, however, Euclio becomes progressively more anxious. ഇവരൊക്കെ വന്നപ്പോൾ യൂക്ലിയോ സാധനം വാങ്ങാണ്ടി പുറത്ത് തിരിച്ചു വന്ന് പോകുന്നുണ്ട്. ഇവർ കുക്കുകളൊക്കെ ഭയങ്കര അവരൊക്കെ എല്ലാം വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കിച്ചണിലൊക്കെ. He thinks that Megara has set up the cooks and servants to steal his soul. അപ്പോൾ വീണ്ടും അയാൾ ചിന്തിക്കുന്ന എന്താ, അയാൾക്ക് എപ്പോഴും പോട്ട് ഓഫ് ഗോൾഡിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. അയാൾ അപ്പോഴും ചിന്തിക്കുന്നത് എന്താ, മെഗാഡോറസ് വെറുതെ കണ്ടിട്ടൊന്നുമില്ല, കുക്കുകളെല്ലാവരും വെച്ചിട്ട് എൻ്റെ സാധനം കട്ടുണ്ടാകാൻ വേണ്ടിയിട്ട്, എൻ്റെ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് he had sent them to steal my gold. So Euclid decided to carry his pot of gold around on his person. അപ്പോൾ ഇയാൾക്ക് ഇത് പോട്ട് ഓഫ് ഗോൾഡ് അവിടെ നിന്ന് മഴ കിച്ചണിലുണ്ടായിരുന്നു, അത് അവരൊക്കെ പുറത്താക്കിയിട്ട് അത് കണ്ടുപിടിക്കണം. Meanwhile, Megadorus is quite pleased with his match. He asks Euclio to have a drink to celebrate, but the latter refuses. Instead, Euclio makes his way to the Temple of Faith and hides his pot of gold there. അപ്പോൾ ആദ്യം പോയിട്ട് യൂക്ലിയോ എന്താ ചെയ്യുന്നറിയോ, യൂക്ലിയോ അവിടെ കുക്കെല്ലാം വന്നപ്പോൾ അവരൊക്കെ പുറത്തേക്ക് കാട്ടിയിട്ട് യൂക്ലിയോ പുറത്ത് സാധനം വാങ്ങാൻ പോയില്ലേ, ഫ്ലവേഴ്സ് എല്ലാം വാങ്ങാൻ പോയപ്പോഴാണ് അവിടെ എന്താ കാണുന്നത്, കുക്കുകളൊക്കെ വന്നു. അപ്പോൾ ഇവനക്ക് ഭയങ്കര സംശയം, എൻ്റെ പോട്ട് ഓഫ് ഗോൾഡ് അവർ തട്ടിയെടുത്തിട്ടുണ്ട്, മെഗാഡോസ് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ആരെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ സമ്മതം ഇല്ലാതെ കുക്കുകളൊക്കെ പറഞ്ഞയച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആ സമയത്ത് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ വീട്ടിൽ പോയിട്ട് ആ കിച്ചണിൽ പോയിട്ട് അവരോടൊക്കെ പുറത്തിറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് പോട്ട് ഓഫ് ഗോൾഡ് തൊപ്പി നോക്കി. അപ്പോൾ അയാൾക്ക് ഭദ്രമായിട്ട് പോട്ട് ഓഫ് ഗോൾഡ് കിട്ടി. എന്നിട്ട് അതെടുത്തുകൊണ്ട് എന്നിട്ട് അയാൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി പോയിക്കോ പറഞ്ഞു, വീട്ടിൽ ഇനി പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊള്ളിയായിരുന്നു. സോ ഇൻസ്റ്റഡ് ദെൻ ഹി വേക്സ് ആ പോട്ട് ഓഫ് ഗോൾഡ് ആയിട്ട് അയാൾ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഹൈഡ് ചെയ്യാൻ വിചാരിച്ചു. What he doesn't know is that Strobylus, the servant of Lycondas, is spying on him. അപ്പോൾ ഈ സ്ട്രോബിലസ് ഉണ്ട്, ലൈക്കോണ്ടസിൻ്റെ സെർവൻറ്റ് സ്ലേവ് സ്ട്രോബിലസ്, അയാൾ പിന്നാലെ നടക്കുന്നുണ്ട്. ഈ യൂക്ലിയോൻ്റെ മെഗാഡോറസിൻ്റെ പിന്നാലെ വാച്ചായിട്ട്. എന്തപ്പം അയാൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവനക്ക് ഇത് പറയാനും വയ്യ, കല്യാണം മുടക്കും വേണം. അപ്പോൾ അവൻ്റെ പിന്നാലെ എന്താണ് അടുത്ത സ്റ്റെപ്പ്, ഓരോ പ്രൊസീജിയേഴ്സും അറിയാൻ വേണ്ടിയിട്ട് മെഗാഡോറസിൻ്റെ പിന്നാലെ ഒരു സ്പൈ വർക്കായിട്ട് ആര് ലൈക്കോണ്ടസിൻ്റെ സ്ലേവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്, സ്ട്രോബിലസിന്. സോ ഹി ഹാഡ് സെൻറ്റ് ലൈക്കോണ്ടസിന് സ്ട്രോബിലസിനെ ലൈക്കോണ്ടസിന് വേണ്ടിയിട്ട് മെഗാഡോസിൻ്റെ പിന്നാലെ ഒരു വാച്ച്മാനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. When Euclio leaves, Strobylus tries to look for the gold.
അപ്പം ഇവിടെ അങ്ങനെ വെച്ചാൽ ആ ഒരു ടെമ്പിളിൽ പോയപ്പം ടെമ്പിൾ ഒളിപ്പിക്കാൻ പോയപ്പം അവിടെ സ്ട്രോബിലസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യുക്ലിയോ പെട്ടെന്ന് വിചാരിച്ചു ഇയാൾ കക്കാൻ വന്നതാണ്, സ്റ്റീൽ ചെയ്തിട്ടുണ്ടാവും, എൻ്റെ പോട്ട് ഓഫ് ഗോൾഡ് കട്ടിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് യുക്ലിയോ അയാൾ ചീത്ത പറയും, നീ എന്ത് കണ്ടിട്ടാണ് വന്നത്, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ എന്തോ എടുത്തിട്ടുണ്ടല്ലോ അവിടുന്ന്, എൻ്റെ നീ എന്തോ കക്കാൻ വേണ്ടി വന്ന ആളോ എന്നൊക്കെ പറയും. അപ്പോൾ അറിയാതെ പറയുമ്പോൾ സ്ട്രോബെറീസിന് എന്തോ സംശയം തോന്നും. അപ്പം ഹി ഡസൻ ഫൈൻഡ് ആൻഡ് ഹീസ് ഡിസപ്പോയിൻറ്റ്. അപ്പോൾ ഈ സ്ട്രോബെറീസ് ഇവിടെ തപ്പി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ആൻഡ് ഹി ഡസൻ ഫൈൻഡ് ആൻഡ് ഹീസ് ഡിസപ്പോയിൻറ്റ്. മീൻ വാൽ യുക്ലിയോ ഡബിൾസ്, പിന്നെ അതുപോലെ യുക്ലിയോ ഡബിൾസ് ബാക്ക് ടു ചെക്ക് ഓൺ ഹിസ് ഗോൾഡ് ആൻഡ് കാച്ചസ് സ്ട്രോബെറീസ് ലുക്കിംഗ് അറൗണ്ട് ദ ടെമ്പിൾ. അങ്ങനെ യുക്ലിയോ എന്ത് ചെയ്യും, പിന്നെ തിരിച്ചു പോയിട്ട് ആദ്യം അയാൾ കുറ്റപ്പെടുത്തി അവിടെ നോക്കുമ്പോൾ സ്ട്രോബെറീസിൻ്റെ കയ്യിലൊന്നും കാണില്ല. അപ്പോൾ അയാൾ പിന്നെയും പോയിട്ട് എന്തോ അയാൾ നോക്കുന്നുണ്ടെന്ന് അറിയും. അപ്പോൾ സ്ട്രോബെറീസിന് എന്തോ ഡൗട്ടോ പിന്നെയും തിരിച്ചു വന്ന് നോക്കും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ സ്ട്രോബെറീസ് എന്നെ അവിടെ നിന്ന് പറഞ്ഞേക്കും. അപ്പോൾ അവിടെ നിന്ന് സംഭവം എൻ്റെ ഗോൾഡ് അവിടെ നിന്ന് കിട്ടും. ആൻഡ് ഹി അറ്റാക്സ് സ്ട്രോബെറീസ് ആൻഡ് സെർച്ചസ് ഹൗഎവർ. അപ്പോൾ അങ്ങനെ ഈ സ്ട്രോബെറീസിനെ അവിടുന്ന് പറഞ്ഞേക്കും. അപ്പോൾ രണ്ടാമത് അയാൾ സെർച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് ഈ സ്ട്രോബെറീസിന് എന്തോ ഡൗട്ട് തുടങ്ങും. എന്താ അപ്പോൾ യൂക്ലിയോ ഇങ്ങനെ പറയുന്നത്, എന്ത് എഴുത്തുന്നാണ് പറയുന്നത്, എന്തോ ഉണ്ടെന്ന്. അപ്പോൾ എന്തോ ഇയാൾക്ക് ഡൗട്ട് തോന്നും. ഈ സ്ട്രോബെറീസ് യൂക്ലിയോൻ്റെ പിന്നാലെ നടക്കും. അപ്പോൾ ഈ അറ്റാക്സ്, അപ്പോൾ ഈ സമയത്ത് രണ്ടാമത് സെർച്ച് ചെയ്യാൻ വരുമ്പോൾ എന്താ അവിടെ സ്ട്രോബെറീസിനെ പറഞ്ഞേക്കും. അപ്പോൾ സ്ട്രോബെറീസ് ബാക്ക് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് മെഗാഡോറസിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ സ്ട്രോബെറീസ് എന്ത് ചെയ്യും, യൂക്ലിയോൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങും. നെക്സ്റ്റ് യൂക്ലിയോ അവിടെ നിന്ന് പോട്ട് ഓഫ് ഗോൾഡ് എടുത്തിട്ട് അയാൾ എന്ത് ചെയ്യും, ഹി ഹൈഡ് ഹിസ് ഗോൾഡ് അറ്റ് ദ ഗ്രോവ് ഓഫ് സിൽവാനസ്. ഒരു ഗ്രോവ് മീൻസ് ഒരു കാട് കേട്ടോ, ഫോറസ്റ്റ്. ഹി ഹൈഡ്സ് ഇറ്റ് ദ ഫോറസ്റ്റ് സിൽവാനസ് ഗോഡ്, അവിടെ പോയിട്ട് ഹൈഡ് ചെയ്യും. ദിസ് ടൈം സ്ട്രോബെറി മാനേജസ് ടു സ്റ്റീൽ ദ ഗോൾഡ് ഫ്രം ദ ഗ്രോവ്. ഇനി അയാൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ അയാളിപ്പോൾ യൂക്ലിയോൻ്റെ പിന്നാലെ നടക്കണമല്ലോ, ഈ ഗ്രോവിൽ നിന്ന് അയാൾ എന്ത് ചെയ്യും, ആ ഗോൾഡ് കണ്ടുപിടിച്ചിട്ട് അയാളത് കട്ടുകൊണ്ടുപോകും. മീൻ വായ് ലൈക്കോണ്ടസ് confesses all to his mother Eunomia. He tells her that he wishes to marry Phaedria since it was he who violated the young woman. Eunomia agrees to help her son. For his part, Lyconis tries to reason with Euclio, who is aghast that Phaedria won't be marrying the wealthy Megadorus after all. As for Megadorus, he announces his claim on Phaedria. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ലൈക്കോണ്ടസ് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഒരുക്കങ്ങളായി, അങ്കിൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഈ ലൈക്കോണ്ടസ് ഇത് ചെയ്തത് ശരിയല്ല. ബിക്കോസ് ലൈക്കോണ്ടസ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അയാൾ കള്ള് പിടിച്ച് ഫിറ്റായി നിൽക്കുന്ന സമയത്ത് അറിയാതെ റേപ്പ് ചെയ്തതാണ് ഫെഡ്രിയാനെ. അപ്പോൾ ഫെഡ്രിയനെ റേപ്പ് ചെയ്ത് ഫെഡ്രിയ പ്രഗ്നൻറ്റുമാണ്. അവൻ്റെ ലൈക്കോണ്ടസിൻ്റെ എൻ്റെ ചൈൽഡിൻ്റെ അമ്മയാണ് അവൾ. അപ്പം ആ ഒരു വിവരം അറിയാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഭയങ്കര ചതിയല്ല, അപ്പോൾ ഞാൻ ഈ വിവരങ്ങൾ അമ്മേനോട് പറയട്ടെ വെച്ച് യുനോമിയോട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ യുനോമിയ നല്ല അമ്മയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, യുനോമിയ അഗ്രീസ് ടു ഹെൽപ്പ് ഹർ സൺ. യുനോമിയ എന്ത് ചെയ്യും, യുനോമിയ ലൈക്കോണ്ടസിന് അപ്പോൾ ഈ വിവരങ്ങൾ പെട്ട ഓക്കെ നോ പ്രോബ്ലം, യു ക്യാൻ മാരി, അപ്പോൾ ഫെഡ്രിയനെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് ലൈക്കോണ്ടസ് പറയും. അപ്പോൾ യുനോമിയ ഓക്കെ നീ പോയി യൂക്ലിയോനോട് കാര്യം പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കാൻ, എന്തായാലും എൻ്റെ തെറ്റുകളൊക്കെ അവിടെ യൂക്ലിയോനോട് പറയണം എന്നറിയും. അങ്ങനെ യുനോമിയ ടെൽസ് ദിസ് ടു മെഗാഡോറസിനോട് പറയും പിന്മാറണം, നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം എന്തായാലും, ബിക്കോസ് ഇങ്ങനെ അവൻ്റെ അടുത്തൊരു ഫോൾട്ട് പറ്റി ലൈക്കോണ്ട്, സോ യു വാണ്ടഡ് ടു മാരി ഹർ. ഓക്കെ ദെൻ മെഗാഡോറസ് ഓൾസോ അഗ്രീസ്, ഓക്കെ നോ പ്രോബ്ലം. Then he takes off that from the marriage, and what happens that he lives to Lyconis. He is asking Lyconis to marry Phaedria. അങ്ങനെ യൂക്ലിയോനോട് കാര്യം പറയാൻ വേണ്ടി ലൈക്കോണ്ടസ് അവിടെ പോകുന്ന സമയത്ത് യൂക്ലിയോ ഭയങ്കര ഷോക്കിലാണ്. Phaedria won't be marrying the wealthy Megadorus after all. As for Megadorus, he renounces his claim on Phaedria. ഇവിടെ അയാൾ ഭയങ്കര ഷോക്കിലാണ്. എന്താ വെച്ചാൽ ഒരു സങ്കടം എന്താ വെച്ചാൽ അയാൾ അത്രയും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പോട്ട് ഓഫ് ഗോൾഡ് അവിടുന്ന് കട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ സങ്കടത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയം മറ്റേത് എന്താ വെച്ചാൽ മറ്റേ അനൗൺസ്മെൻറ്റ് കിട്ടിയില്ലേ, മെഗാഡോറസ് കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സങ്കടം. അപ്പോൾ രണ്ട് കാര്യത്തിൽ അയാൾ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ അയാൾ ആ സമ്പാദ്യം മൊത്തം, അപ്പോൾ അയാൾ പറഞ്ഞു നിൻ്റെ ഒറ്റ കാരണം എൻ്റെ സമ്പാദ്യം മുഴുവൻ നീ എടുത്തല്ലേ ലൈക്കോണ്ടസിനോട് അറിയാം. അപ്പോൾ ലൈക്കോണ്ടസ് പറയും സോറി സാർ. അപ്പോൾ ലൈക്കോണ്ടസ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ സമ്പാദ്യം ഉദ്ദേശിക്കുന്ന മകളെ വഞ്ചിച്ചില്ലേ, ഒരു ഇതിലാണെന്നാണ്. സോറി സാർ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാനിങ്ങനെ അറിയാതെ ചെയ്തതാണ്, ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം, എൻ്റെ അടുത്ത് നിന്ന് അബദ്ധം പറ്റി, ഞാൻ അവളെ റേപ്പ് ചെയ്ത് ഞാൻ അറിയാതെ ചെയ്തതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സത്യങ്ങൾ പുറത്തേക്ക് വരും.
അപ്പോൾ അയാൾ ആകതാവും. അപ്പോൾ രണ്ട് കാര്യത്തിലാണ് ഒന്ന് മെഗാഡോറസ് കല്യാണത്തിന് പിന്മാറി. അപ്പം ആ ഒരു കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അയാൾ അപ്പോഴാണ് ഈ ഷോക്ക് എന്ന് അപ്പോൾ ലൈക്കോണ്ടസ് സത്യങ്ങൾ പറയുന്നത്. അപ്പോൾ ലൈക്കോണ്ടസിനോട് പറയാ, ഞാൻ എന്താ നീ ഇതിൻ്റെ എടുത്തല്ലേ കട്ടെടുത്തല്ലേ ഇനി മതിയായിരിക്കും തിരിച്ചു കൊടുക്കണം, അത് എന്തായാലും നീ അത് തിരിച്ചു കൊണ്ടുവരണം എന്നറിയാം പോർട്ട് ഓഫ് ഗോൾഡ്. അപ്പോൾ ലൈക്കോണ്ടസ് പറയും, അതൊന്നും എടുത്തിട്ടില്ല, ഞാൻ ഇങ്ങനെ മകൾ തയ്ക്കും, പക്ഷേ ഞാനത് എടുത്തിട്ടില്ല, ഞങ്ങൾ പോർട്ട് ഓഫ് ഗോൾഡ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അറിയാം. യൂക്ലിയോസ് ഫ്രസ്ട്രേഷൻ ഫർദർ കോമ്പൗണ്ട് വെൻ ഹി ഡിസ്കസ് ദാറ്റ് ഹിസ് പോർട്ട് ഓഫ് ഗോൾഡ് ഇസ് ഗോൺ. അപ്പോൾ അവൻ ആകെ സങ്കടപ്പെട്ടിരിക്കാം, ഗോൾഡും പോയി കല്യാണം അങ്ങനെ പോയി നമ്മൾ സങ്കടപ്പെട്ടിരിക്കണോ. ഈ ബ്ലെയിംസ് ലൈക്കോണ്ടസ് ഹു only denies any knowledge of the gold. അപ്പോൾ അവൻ ലൈക്കോണ്ടസിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് നിൽക്കുകയുള്ളൂ, മറ്റേ പോർട്ട് ഓഫ് ഗോൾഡ് നീ എടുത്തു പറഞ്ഞിട്ട്. മീൻ വൈസ് സ്ട്രോബിലസ് ടെൽസ് ലൈക്കോണ്ടസ് വാട്ട് ഹി ഹാസ് ഫോൺ. അതേസമയം എന്തായി, ലൈക്കോണ്ടസ് അവിടുന്ന് കാര്യം പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സ്ട്രോബിലസ് എന്ത് ചെയ്യും, സ്ട്രോബിലസ് ലൈക്കോണ്ടസിൻ്റെ സ്ലേവ് അല്ല. അപ്പോൾ ആ പണ്ടത്തെ ആചാരപ്രകാരം അവിടെ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ്റ്റർ ഒബേ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുള്ള. അപ്പം സ്ട്രോബിലസ് ലൈക്കോണ്ടസിനോട് പറയും, സോറി ഞാനൊരു അബദ്ധം ചെയ്തു, ഞാൻ അവിടെ നിന്ന് ഒരു പോർട്ട് ഓഫ് ഗോൾഡ് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ അങ്ങനെ കുഴിച്ചിട്ട് അവിടെ നിന്ന് എനിക്കൊരു സ്വർണ്ണം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് നൗ ലൈക്കോണ്ടസ് ഓർഡേഴ്സ് സ്ട്രോബിലസ് ടു ഹാൻഡ് ദ ഗോൾഡ് ഓവർ. അപ്പോൾ ഈ ലൈക്കോണ്ടസ് പറയും, നീ ചെയ്ത് ഒട്ടും ശരിയായില്ല, നീ എന്തായാലും അവിടെ നിന്ന് എടുത്തില്ല, അത് നേരെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടിടണം അറിയാം. പക്ഷേ ആ രണ്ടാം തർക്കമില്ല, എനിക്ക് കിട്ടിയ സാധനം ഞാൻ കൊണ്ടിടുമല്ലോ അറിയാം. അപ്പോൾ ലൈക്കോണ്ടസ് പറയാനോ ഐ വോണ്ട് ടു ബിക്കം എ ഫ്രീ മാൻ. സ്ട്രോബിലസ് പറയും, എനിക്ക് ഫ്രീ ആയിട്ട് നടക്കണം, ഞാനൊരു റിച്ച് മാനാണ്, എനിക്ക് അയാൾ ആ പോർട്ട് ഓഫ് ഗോൾഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അയാൾ പിന്നെ സ്ലേവിൻ്റെ ഒരു ഇതും നോക്കില്ല, അയാൾ മാസ്റ്റർ ആവാൻ തുടങ്ങി. അപ്പം അയാൾ ഞാൻ തിരിച്ചു കൊണ്ടുപോകില്ല, എനിക്ക് ഫ്രീ മാനാണ്. അപ്പോൾ ലൈക്കോണ്ടസ് അറിയാം, ഓക്കെ നോ പ്രോബ്ലം, യു ബിക്കം ഫ്രീ, ഞാൻ നിന്നെ ഫ്രീ ആക്കി വിടാം, സ്ലേവിനെ ഫ്രീ ആക്കി വിടാനല്ല മാസ്റ്റർ. അപ്പം ലൈക്കോണ്ടസ് പറയാം, ഓക്കെ ഞാൻ നിന്നെ ഫ്രീ ആക്കി വിടാം, നീ ഒരു കാര്യം ചെയ്യാൻ തിരിച്ച് യൂക്ലിയോക്കിനെ ഏൽപ്പിക്കണം എന്ന് പറയും. ദ ടു ഹാവ് എൻ ആർഗ്യുമെൻറ്റ് ബൈ ലൈക്കോണ്ടസ് പ്രിവേസ് ഹി റിട്ടേൺസ് ദ ഗോൾഡ് ടു യൂക്ലിയോ. അങ്ങനെ ലൈക്കോണ്ടസ് എന്ത് ചെയ്യും, ആ സ്വർണം യൂക്ലിയോക്ക് കൊണ്ടു കൊടുക്കും. ഹു ഈസ് ഹാപ്പി ടു ഗെറ്റ് ഹിസ് ട്രഷർ ബാക്ക് ദാറ്റ് ഹി അഗ്രീസ് ടു ദ മാരേജ്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾക്ക് ഈ സന്തോഷം കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ അഗ്രി ചെയ്യും നീ കല്യാണം കഴിക്കാം. അപ്പോൾ അയാൾക്കിപ്പോൾ രണ്ട് സന്തോഷമായി, പോർട്ട് ഓഫ് ഗോൾഡും കിട്ടി, മെഗാഡോറസ് പോയാലും ലൈക്കോണ്ടസ് കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ അതിനും അയാൾ സന്തോഷമായി. അപ്പം ഇയാളെന്ത് ചെയ്യും, ഇയാളെ മനസ്സ് മാറും, ഹി വിൽ ബി ചേഞ്ച് ടു എ ഗുഡ് മാൻ. നൗ മൈസെൽഫ് ചേഞ്ച് ടു എ ഗുഡ് പേഴ്സൺ. ഇപ്പോൾ എന്തായി, ആ ഒരു പിഷ്കൻ സ്വഭാവം മാറിയിട്ട് ഡയറ്റ് ഏൽപ്പിച്ചല്ല. അപ്പം ലാഫെമിയറിസ് ഫെഡ്രിയാക്ക് വേണ്ടി ഏൽപ്പിച്ചാൽ ലാഫെമിയർസ് അത് കൊടുക്കാൻ പറഞ്ഞാൽ പോർട്ട് ഓഫ് ഗോൾഡ് എന്തായാലും മകളെ ഏൽപ്പിക്കും, ഈ ലൈക്കോണ്ടസിനെ ഏൽപ്പിക്കും, അവൾക്ക് വേണ്ടി വെച്ച ഡൗറിയാണ് പറഞ്ഞിട്ട് മകൾക്ക്. അപ്പോൾ അത് നല്ല മനുഷ്യനായി മാറുന്നു. പോർട്ട് ഓഫ് ഗോൾഡ് Ololaria by Protus is a romantic comedy based on a lost new comedy written by the Greek playwright Menander. അപ്പോൾ നമ്മുടെ ന്യൂ കോമഡി ഇത് ഗ്രീക്ക് ഒരു പ്ലേറൈറ്റ് മെനാൻഡർ എഴുതിയ ഒരു കോമഡിയാണ്. ഗ്രീക്കിലെ പ്ലേ അത് ആരെ എഴുതിയത്, അത് പ്ലോട്ടസ് എടുത്തിട്ട് റീവർക്ക് ചെയ്തിട്ട് എഴുതിയതാണ് പോർട്ട് ഓഫ് ഗോൾഡ്. അതിൻ്റെ ലാറ്റിൻ നെയിമാണ് ഓലോലാറിയ എന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഗ്രീക്ക് കോമഡി അതിൻ്റെ റീവർക്ക് ചെയ്താണ് പ്ലോട്ടസ്, റോമൻ പ്ലേറൈറ്റ് പ്ലോട്ടസ്. ദ പോർട്ട് ഓഫ്, ഇനി ഇതിൻ്റെ മെയിൻ തീം നോക്കാം. The Pot of Gold is a play where the main motives are greed, cheapness and gold. The theme is Euclid's cheapness and greed for gold. Euclid is a poor man who finds a pot of gold and gets materialistic richness with it, and but becomes poor in every other aspects of his life. ഇവിടെ നമുക്ക് കാണാൻ പോകുന്നത് എന്താ വെച്ചാൽ മെയിൻ തീം എന്താ വെച്ചാൽ മോട്ടീവ്സ് ആ ഗ്രീഡ്. ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഗ്രീഡ്, അതേപോലെ ചീപ്നെസ് ആൻഡ് ഗോൾഡ്, സ്വർണ്ണം. ഇപ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് ആരും ആർത്തി കാണുന്നുണ്ട്, ഗ്രീഡി. അതേപോലെ മൈസർ പിഷ്കനാവണത്, യൂക്ലോസ് ചീപ്നെസ് ആൻഡ് ഗ്രീഡ് ഫോർ ഗോൾഡ്. അപ്പം യൂക്ലിയോ എന്താ ചെയ്യുന്നത്, ആദ്യം അയാൾ പാവമായിരുന്നു, അന്ന് അയാൾ പാവമായപ്പോൾ അയാൾ പറയാം എൻ്റെ മകൾ എനിക്കൊന്നുമില്ല, സമ്പാദ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ പോർട്ട് ഓഫ് ഗോൾഡ് കിട്ടി. പക്ഷെ അയാൾക്ക് സമ്പാദ്യം കിട്ടിയപ്പോൾ അയാൾ അതിനെക്കാട്ടും കൂടുതൽ പിഷ്കനായിരുന്നു. അത് തൊടാനയക്കുന്ന അത് കണ്ടിട്ട് അയാൾക്ക് ഉറക്കൂല, ഒന്നുമില്ല. അയാളെ സമാധാനം നഷ്ടപ്പെട്ടു. പോർട്ട് ഓഫ് ഗോൾഡ് എവിടെ നിന്ന് എല്ലാവരും ചീത്തറിഞ്ഞുകൊണ്ട് സ്വഭാവങ്ങളും മാറി. അയാൾക്ക് എല്ലാവരും സംശയങ്ങളായി. he began to feel suspicious of not only that
അയാൾ പിശുക്കനെക്കാട്ടിയും കൂടുതൽ അയാൾ എന്തായി പാവമായി മാറി. ആദ്യം അയാൾ പാവമായാലും പൈസ ഇല്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് റിച്ച്നെസ് ഉണ്ടായിരുന്നു അയാൾ. ബട്ട് ഹീ ബിഗാൻ ടു ബിക്കം പൂവർ. അത് ചിലവാക്കാതെ പൈസ കിട്ടിയത് തൊട്ട് കഴിഞ്ഞാൽ അയാൾ പാവമാവും എന്നുള്ള നിലക്ക് എന്തായി, അത് ചിലവാക്കാതെ അതിനെക്കാട്ടും കൂടുതൽ എന്തായി പൂവറായി. ആദ്യമുള്ളതിനെക്കാട്ടും പറ്റേ മോശമായി അവസ്ഥ. കാരണം മാനസികമായിട്ടും ശാരീരികം എല്ലാം അയാൾ തളർന്നുകൊണ്ടേ ഇരുന്നുപോയി. ഓക്കെ. Now another thing is that the play depicts the practice of slave labor that was prevalent in Roman society. ഈ റോമൻ സൊസൈറ്റി നമുക്ക് ആ ഒരു ആചാരം, അതായത് അടിമത്തം ആചാരങ്ങൾ റോമൻ സൊസൈറ്റിയിൽ നടന്നുകൊണ്ട് ആ ഒരു കാലഘട്ടം നടന്നെന്ന് നമുക്ക് കാണാൻ പറ്റും. കുറേ സ്ലേവ്സിന് കണ്ടില്ലേ, മെഗാഡോറസ്, അതുപോലെ ലൈക്കോണ്ടസിൻ്റെ സ്ലേവ്, യൂക്ലിയോൻ്റെ വീട്ടിലെ സ്ലേവ്. Slaves were either captured from the losing side in a battle or bought from neighboring provinces like Turkey. അപ്പം സ്ലേവ്സിന് ഒന്നെങ്കിൽ ബാറ്റിലിന് കിട്ടുന്നോ അല്ലെങ്കിൽ നെയ്ബറിങ് പ്രോവിൻസിൽ നിന്ന് കൊണ്ടുവരുന്നു. അത് റോമൻ എക്കണോമി ഡിപ്പെൻഡഡ് അപ്പോൺ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സ്ലേവ്സ്. ഇവിടെ കിട്ടും സ്ലേവ് അടിമത്തിന്, അത് നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു സ്ലേവ്സിനെ. ദേ വേ മേഡ് ടു മാനേജ് ഹൗസ് ഹോൾഡ് കോസ് ആൻഡ് പബ്ലിക് സർവീസ്, എൻഗേജ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ആൻഡ് പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അവർക്ക് നന്നായി നല്ല ജോലി ഉണ്ടാവും. അടിമത്തം എന്നല്ല, കാലാകാലം അടിമത്തം, അവർക്കൊരു മോചനം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ആചാരം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സ്ലേവസ് റോബിലസ് വന്നതോടാണ് നമുക്കൊരു ക്ലോസ് എൻഡിങ്, ഹാപ്പി എൻഡിങ് തന്നെ കാണാൻ പറ്റും. അത് തിരികെ വെക്കുന്നത് അപ്പോൾ ഒരു കൺക്ലൂഷൻ, ഈ സ്റ്റോറിൻ്റെ കൺക്ലൂഷൻ എത്തുന്നതും ആ സ്ലേവ് തിരികെ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഹോപ്പ് യു എൻജോയ് ദ സ്റ്റോറി. താങ്ക് യു.